നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. പലരും വെയിറ്റ് ലോസ് സമയത്ത് ഒരു നല്ല ഡയറ്റ് എടുക്കുന്ന ആളുകളായിരിക്കാം. ആ ഡയറ്റ് എടുത്തിട്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടാൻ, അതായത് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ അവർക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവണമെങ്കിൽ അവർ ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്കുകളും കൂടി ഫോളോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുമ്പം എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട് ഉണ്ട്. ഏതൊക്കെ വെയിറ്റ് ലോസ് ഡ്രിങ്കുകളാണ് എടുക്കേണ്ടത്? അപ്പോൾ ചില ആളുകൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, ചില ഹെൽത്ത് കണ്ടീഷനിൽ അത് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് കുടിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് പല ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഏതൊക്കെ ഡ്രഗുകളാണ് എടുക്കേണ്ടത്, അത് എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ഡ്രിങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നെന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. എല്ലാവർക്കും അറിയാം, പലരും ഈ ഗ്രീൻ ടീ കുടിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കാം, പലർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അവരുടെ ബോഡിയിൽ തന്നെ മാറ്റങ്ങൾ. ഇപ്പോൾ ഷുഗർ വന്ന ആളുകളിൽ ഷുഗർ കുറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗ്രീൻ ടീ എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ചെയ്യുന്നത്, അതും ഈ ഡയറ്റ് എടുക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഗ്രീൻ ടീ ആണല്ലോ, അത് ഹെൽത്തി ആണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്യാം എന്ന് കരുതിയിട്ട് പലരും ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ എഫക്റ്റ് കിട്ടില്ല. നിങ്ങൾ ആ ഗ്രീൻ ടീ ആ കയ്പോട് കൂടി തന്നെ കുടിക്കണം. അങ്ങനെയാകുന്ന സമയത്താണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത്, ഷുഗർ കുറയുന്നത്, ലിവറിന് ചുറ്റുള്ള കൊഴുപ്പ് കുറയുന്നത്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ട്രൈ ചെയ്യാം. വേണമെങ്കിൽ ഒരു ദിവസം 2 നേരം തന്നെ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഇതിനകത്ത് പോളിഫിനോൾസും കാര്യങ്ങളൊക്കെ ഉള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി, പ്രതിരോധം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ സഹായിക്കും. ഗ്രീൻ ടീ കുടിക്കുന്ന ആളുകളിൽ ഈ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ കാണുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഗ്രീൻ ടീ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് നല്ല സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രീൻ ടീ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ പലരും നോർമലി എല്ലാവരും എടുക്കുന്നത്, നിങ്ങൾ പല ആക്ട്രസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജിഞ്ചർ ലെമൺ ഷോട്ട് അല്ലെങ്കിൽ ജിഞ്ചർ ലെമൺ വാട്ടറൊക്കെ രാവിലെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജിഞ്ചർ ലെമൺ എന്ന് പറയുന്നത് രണ്ടും അത്യാവശ്യം അസിഡിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ തന്നെ വെറും വയറ്റിലെടുക്കുന്ന സമയത്ത് പലർക്കും പുളിച്ച് തേട്ടി വരിക, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ കൂടുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കേണ്ട ഒരു ആവശ്യകതയില്ല. നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ഹാഫ് ലെമൺ മാത്രം മിക്സ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ 1/4 ഭാഗം ലെമൺ മാത്രം മിക്സ് ചെയ്ത് കഴിക്കാം. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ലെമൺ എടുക്കണ്ട. കാരണം നമ്മളിപ്പോൾ ഒരു 1 മന്ത് ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ 1 മന്തും നമ്മൾ ചിലപ്പോൾ ഈ ലെമൺ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്രയും ആ ഒരു ഡെപ്പോസിഷൻ നമ്മുടെ ബോഡിയിൽ ലെമൺ കൂടുതലായിട്ട് വേണ്ട. നമുക്ക് കഴിക്കാം, ലെമൺ വളരെ നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 1/4 കഷ്ണം ലെമൺ മതി നമുക്ക്. ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നന്നായിട്ട് അത് പിഴിഞ്ഞിട്ട് സ്ക്വീസ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് വെയിറ്റൊക്കെ കൂടിയ ആളുകളാണെങ്കിൽ നമുക്കതൊരു 1/2 കഷ്ണത്തിലോട്ട് അത് നോക്കണം. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കൊഴുപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം അത് താങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം. കാരണം ഒരു മെലിഞ്ഞിരിക്കുന്ന വ്യക്തിയും ഒരു തടിച്ചിരിക്കുന്ന വ്യക്തിയും കഴിക്കേണ്ട ഡ്രിങ്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം അവർക്കൊരു ഹാഫ് പോർഷൻ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അവരുടെ ബോഡിയിൽ അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, രാവിലത്തെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ബേണിംഗ് പോലുള്ള പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാതിരിക്കുക. ജിഞ്ചറും, അതായത് ഇഞ്ചിയും ലെമണും കൂടി, നാരങ്ങയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കാതിരിക്കുക. അതൊരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് രാവിലെ എടുക്കാം. ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ½ ആൻ അവർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇഞ്ചി അല്ലെങ്കിൽ ലെമൺ അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് വെള്ളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ വെള്ളം എടുത്തിട്ട് കുടിക്കാം. ആ രീതിയിലും നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കറുവപ്പട്ട ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് ഷുഗറും കുറയ്ക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, ചിലപ്പോൾ വെയിറ്റ് കൂടിയ ആളുകളിൽ എല്ലാവരിലും ഈ ഷുഗർ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കറുവപ്പട്ട ഇട്ട വെള്ളമൊക്കെ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ ചില ആളുകളിൽ ഷുഗർ അങ്ങോട്ട് ഡൗൺ ആയി പോവാറുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വളരെ തിന്നായിട്ടുള്ള കറുവപ്പട്ട അവൈലബിൾ ആണ്. കട്ടിയുള്ള കറുവപ്പട്ട നമ്മൾ ചിലപ്പം ബിരിയാണിയൊക്കെ പ്രിപ്പറേഷൻ്റെ സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ടുള്ളത് ഈ വളരെ തിന്നായിട്ടുള്ളൊരു കറുവപ്പട്ട നമുക്ക് കിട്ടും. അപ്പം അത് നിങ്ങൾ മേടിച്ചിട്ട് വെള്ളത്തിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് പൊടി നമുക്കൊരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് കുടിക്കാവുന്നതാണ്.
അര ടീസ്പൂൺ മതി, 1 ടീസ്പൂണോളം കറുവപ്പട്ടയൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ അത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് 3 നമുക്ക് പ്രധാനമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് കോഫി, അതായത് മധുരമില്ലാത്ത ബ്ലാക്ക് കോഫി എടുക്കുന്നതും നല്ല രീതിയിൽ കൊഴുപ്പ് കുറയ്ക്കുന്നതിന്, ഫാറ്റ് ലിവർ പോലെയുള്ള കണ്ടീഷൻസൊക്കെ നോർമൽ ആക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് എന്താവുന്നതാണ്, ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ കഴിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രിങ്കുകളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഷുഗറിന് മരുന്നും എടുക്കുന്നു, ഭക്ഷണ ക്രമീകരണവും നടക്കുന്നു, ഡ്രിങ്കുകളും ഫോളോ ചെയ്യുന്നു, പെട്ടെന്ന് ഷുഗർ അങ്ങ് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത്തരം കണ്ടീഷനിലോട്ട് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ അളവ് ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക. ഒരു പരിധിയിൽ കൂടുതലായിട്ട് അളവിൽ നിങ്ങളിത് കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പലരും ഇങ്ങനെയുള്ള ഡ്രിങ്കുകൾ ഫോളോ ചെയ്യാറുണ്ട്. പല ആളുകളും ഇപ്പോൾ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് ജീരക വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ജീരകം എന്ന് പറയുന്നത് അത്രത്തോളം പ്രശ്നമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ജീരക വെള്ളം ഇപ്പോൾ ഡെയിലി എടുക്കുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അത് നിങ്ങൾ അളവ് കുറച്ച് ശ്രദ്ധിച്ചിട്ട് കുടിച്ചാൽ മതി. പക്ഷേ അല്ലാതെ ഇപ്പോൾ ഈ കറുവപ്പട്ട വെള്ളം അല്ലെങ്കിൽ ജിഞ്ചർ വെള്ളം ഇതൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെ കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു ഡ്രിങ്കുകളും ഫോളോ ചെയ്ത് പോകേണ്ട ആവശ്യകതയില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ മാത്രം, അല്ലെങ്കിൽ നമ്മളൊരു ഫാറ്റ് ബേണിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമാണെങ്കിൽ നമുക്കത് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു ആവുന്നതാണ്. അത് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ഇപ്പം പച്ചമല്ലി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം അത് കുടിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. നമ്മളെ ദഹനം നന്നാക്കുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന ബ്ലോട്ടിങ്, നെഞ്ചുരിച്ചിൽ, വേദനകൾ, അത്തരം പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ, ഈ പൈൽസിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനും പച്ചമല്ലി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ മല്ലിപ്പൊടി കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഉലുവ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത്, ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഒരുപാട് മെറ്റബോളിസം കൂട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഉലുവ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വയറ് ഫുള്ളായ, അല്ലെങ്കിൽ നമുക്കൊരു തണുപ്പ് പോലെയാണ്, ബോഡിക്ക് നല്ലൊരു തണുപ്പ് കിട്ടാറുണ്ട്. അപ്പം അതും നല്ലൊരു കാര്യമാണ്. പക്ഷേ ചില മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഹാർട്ട് റിലേറ്റഡ് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് ഈ ഉലുവ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വെള്ളങ്ങളൊക്കെ നിങ്ങൾക്ക് കുടിക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ രാവിലെ നിങ്ങൾ എണീച്ച് ചൂടുവെള്ളം, ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, പോസിബിൾ അല്ലെങ്കിൽ ഇപ്പോൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഡയറ്റിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. ഒരു ദിവസം ഒരു 3/4 മണിക്കൂറാണ് മിനിമം പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ ചെയ്യാം. അപ്പോൾ ഈ 1 മണിക്കൂറിൽ ഫസ്റ്റ് 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു വാമപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോഡി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു എക്സസൈസിനോട് നമ്മൾ യോജിച്ച് പോകണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വളരെ സ്പീഡിൽ വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ശരിയാവില്ല. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് സ്ലോ ആയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.